സംവിധായകൻ സോമന്റെ ലൊക്കേഷനിൽ നിന്നും ആനയെ കാണുവാനില്ല. സോമന്റെ രണ്ടാമത്തെ പടമായ ബിഷപ്പിന്റെ വിളി എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് ആനയെ കാണാതെ പോയത്. സൈലന്റ് വാലി വനപ്രദേശത്ത് വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. സാറേ ആകെ പ്രശ്നമായി. അമ്മിണിയെ കാണാനില്ല. ഏതമ്മണി? നമ്മുടെ ആന അമ്മിണി. അവൾ ഇവിടെ പോയി. ഒരു ഒറ്റയാന ഇറങ്ങി, അവൾ അവന്റെ കൂടെ പോയി. നാശം, എന്റെ ക്യാഷ് കളയും. ഇനി എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ ഉണ്ട് സാറേ. എന്താടാ? എന്റെ ഒരു അകന്ന മാമനുണ്ട്, വേട്ടക്കാരനാ. പറഞ്ഞു വരുമ്പോ ഞാനും നീയൊക്കെ വേട്ടക്കാരനാണല്ലോ. സാറിന്റെ ഒരു കാര്യം. അതല്ല, ശരിക്കും വേട്ടക്കാരൻ. ആരടാ ആ വേട്ടക്കാരൻ? അയാളുടെ പേര് വെടിക്കാരൻ മോഹനൻ. എന്നാൽ അവനെ വിളി. ഞാൻ ഓൾറെഡി വിളിച്ചു കഴിഞ്ഞു. ഉള്ളിപ്പോ വരും. ഹലോ, ഞാൻ വേട്ടക്കാരൻ മോഹനൻ. സാറേ, പുള്ളി എത്തിട്ടോ. ഞാന് പുള്ളിനെ ഡീലായിട്ടാണ് തിരിച്ചു വിളിക്കാം. ശരിയാണ്. ഞങ്ങളെ രക്ഷിക്കണം. അമ്മിണി എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു തരണം. ഇതൊക്കെ നിസ്സാരം. ആട്ടെ, അമ്മണിക്കൊരു എത്ര പ്രായം വരും? മാമ, അമ്മിണിയുടെ വിവാഹം ആലോചിക്കാനല്ല. അല്ല, എന്ത് ചട്ടക്കാരിയാണോന്ന് അറിയാനാ. തേണ്ടേ കിടക്കുന്നു. അവൾ എടുത്തിട്ട് കൊടയും. ആനെ പിടിക്കാൻ വല്ലത് അറിയോ? ആനയായാലും ഹണി റോസ് ആയാലും ഈ മോഹനന് ഒരുപോലെയാണ്. ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്ന കാലം. തുലച്ചു. ഏട്ടാ, കഥ വേണം. ഞാൻ ആരാണെന്ന് അറിയിക്കണ്ടേ? ഓ, വേണം. അപ്പൊ പിന്നെ കഥയും വേണം. ഓ, എന്നാ പറഞ്ഞു തുലക്കി. അപ്പൊ ഞാൻ പട്ടാളത്തിലായിരുന്ന കാലം ഒരിക്കൽ പാകിസ്ഥാനുമായി ഇന്ത്യ ഒന്നിടഞ്ഞു. കേണൽ സാഹിബ് എന്നോട് പറഞ്ഞു, മോഹന, നമുക്ക് ഇടപെടണം. എന്നിട്ടെന്ത്? അന്ന് രാത്രി തന്നെ പാകിസ്ഥാനിലെത്തി 127 ഭടന്മാരെ ഞാൻ തട്ടി. വിവരം പറഞ്ഞ കേണൽ സാഹിബ് എന്നെ മാറോടണച്ചു പറഞ്ഞു, മുഖാംബോ എന്തോന്ന്? മുഖാംബോ അല്ല, ഈ ഡയലോഗ് എവിടെയോ. മിസ്റ്റർ ഇന്ത്യ അല്ല, പാകിസ്ഥാൻ ഇന്ത്യയും. അതെ ഡയറക്ടർ, ഈ സിനിമയുടെ പേരെന്താ? ബിഷപ്പിന്റെ വിളി. ഓ, ക്രിസ്ത്യൻ പശ്ചാത്തലമാണ്. അതെന്താ? അല്ല, ഈ ബിഷപ്പിന്റെ വിളി എന്ന് പറയുമ്പോ എടോ, ബിഷപ്പിന്റെ വിളി അല്ല, പിന്നെ മെട്രാന്റെ വിളി. ഓ, ബിഷപ്പിന്റെ വിളി. ഓ, അങ്ങനെ. സാർ ഇതിനു മുമ്പ് വല്ല പടം എടുത്തിട്ടുണ്ടോ? ഉവ്വ, ഇതിനു മുമ്പ് ഞാനൊരു പടം എടുത്തിട്ടുണ്ട്. അമ്മ അറിയാം. എന്താ അമ്മ അറിഞ്ഞാല്? ഡോ, എന്റെ അമ്മ അറിഞ്ഞാലല്ല. എന്റെ അമ്മ ഫുൾ സപ്പോർട്ടാണ്. ഡോ മണ്ടകുണപ്പാ, എന്തോ സിനിമയുടെ പേരാണ് അമ്മ അറിയാതെ. ഓഹോ, അത് കുറെ പട്ടികളുടെ പശ്ചാത്തലത്തിൽ എടുത്തൊരു പടമായിരുന്നു. അതെങ്ങനെ പോയി? അതൊരു പട്ടി പോലും കണ്ടില്ല. നന്നായി. താൻ ആരടോ? ഞാൻ കാച്ചാണി പാപ്പൻ. ഏത് കോച്ചാണി പാപ്പൻ? കോച്ചാണി കോപ്പനല്ലടുവേ, കാച്ചാണി പാപ്പൻ. തനിക്കെന്താ ഇവിടെ കാര്യം? നിങ്ങൾ ഹൊറർ സിനിമകൾ കാണാറില്ലേ? ഉണ്ടെങ്കിൽ അതിൽ കാട്ടിൽ പെട്ടുപോയവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു മൂപ്പനെ കണ്ടിട്ടുണ്ടോ? ഈ കാട്ടിലെ മൂപ്പൻ ഞാൻ. എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്ത്? ഈ കാട്ടിൽ ഈ റാന്തലിൽ ഒഴിക്കാൻ എവിടെന്ന് കിട്ടുന്നു മണ്ണെണ്ണ? അതൊരു വലിയ കഥയാണ്. അതൊന്ന് ചുരുക്കി പറഞ്ഞാ മതി. ഒരു കഥ കേട്ടതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. 1916. ആരുടെ 16? ബ്രിട്ടീഷുകാരുടെ 16. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലം. ഡഗ്ലസ് സായിപ്പും ദൊറോത്തി മദാമയും കാട് കാണാൻ ഇറങ്ങി. 1/2 ലിറ്റർ മണ്ണെണ്ണയുടെ കാര്യം ചോദിച്ചതിന് 1916 വരെ പോയി. ഞാനൊന്നും ചോദിച്ചില്ലേ, എല്ലാം തിരിച്ചെടുത്തു. ഞങ്ങൾ ഇവിടെ സിനിമ പിടിക്കാൻ വന്നതാണ്. അതിൽ അഭിനയിക്കുന്ന അമ്മണി വഴിയെറ്റിപ്പോയി. അതിനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അമ്മിണി, അവൾ പോവാൻ സാധ്യതയുള്ള 2 വഴിയേ ഉള്ളു. അതേതാ? അത് നമ്മൾ കണ്ടുപിടിക്കണം. ഈ കോപ്പനങ്ങ് തലക്കടിച്ചു വന്നാലോ? സാറിന് സമാധാനമായല്ലോ. കൊല്ലാൻ വരട്ടെ, ഞാൻ ചോദിക്കാം. എടോ കോപ്പ, മൂപ്പന് ഈ കാടൊക്കെ നല്ല പരിചയമാണല്ലോ. ഞങ്ങളുടെ അമ്മിണിയെ കാണാൻ സാധ്യതയുള്ള സ്ഥലം ഒന്ന് പറഞ്ഞു തരാം. ഓ, അമ്മിണി, അവൾ ആ മരത്തിന്റെ ചോട്ടിൽ. ദൈവമേ, കാത്തു. എന്നാൽ ഇനി ഒന്നും നോക്കാനില്ല, നമുക്ക് അവളെ മയക്കോടി വെക്കാം. പെട്ടെന്നോടാം. ദോണ്ടേ, കണ്ടോ? എവിടെ? ദോണ്ടേ. എവിടെ? മോഹനേട്ടാ. വെക്കട വെടി. എവിടെ? അവിടെ 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 പൊട്ട.
എന്റെ അമ്മച്ചി മുഖാമ്പോ കുഷുവ സാറിന്റെ കുട്ടിയിൽ കുട്ടി പോയിടിച്ചു ഓടിക്കോ